ഹായ് ഡിയേഴ്സ്, CMTC 002 പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ 5th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പെഡഗോഗിക്കൽ അപ്രോച്ചസും അതുപോലെ തന്നെ കരിക്കുലം, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ കരിക്കുലം എന്താണ്, 3 ഗോൾസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ കോൺസെപ്റ്റ്സ് ആൻഡ് സ്കിൽസ് ടു ബി അക്വയർഡ് ഫ്രം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് കുട്ടികൾ എന്തൊക്കെ കോൺസെപ്റ്റുകളാണ്, എന്തൊക്കെ സ്കില്ലുകളാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻകോർപ്പറേറ്റ് ഫിസിക്കൽ ഗ്രോത്ത് ആസ് വെൽ ആസ് ഇന്റലക്ച്വൽ ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. Whilst these aspects are often considered separately, in reality, each influences all of the others. For example, as the brain develops physically, so intellectual abilities increase. അപ്പൊ കുട്ടികളുടെ നമ്മൾ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗ്രോത്തിനെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു, അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിലും ഒന്ന് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, ഈ ഡെവലപ്മെന്റുകളൊക്കെ ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ബോഡി പാർട്ടാണ്, അല്ലെ? അപ്പൊ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഫിസിക്കലി ആണ്, പക്ഷേ ഇന്റലക്ച്വൽ എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഈ കോൺസെപ്റ്റ്സും സ്കില്ലും ആണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ കുട്ടികൾ നേടിയെടുക്കേണ്ടത്. ഫസ്റ്റ് വൺ വരുന്നതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ്. Your child's preschool experience should contribute to helping them to understand his or her feelings as well as understand the feelings of others. This includes both learning to recognize feelings and to manage those feelings and their associated behavior. അപ്പൊ നമ്മുടെ കുട്ടികൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള എക്സ്പീരിയൻസുകളിലൂടെയാണ്. അതായത് ആദ്യം 3 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോവുകയാണ്, അല്ലേ? ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, കരച്ചിലായിരിക്കും, ദേഷ്യമായിരിക്കും, വാശിയായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ കുട്ടി കടന്നു പോകുമ്പോൾ പയ്യെ പയ്യെ ടീച്ചേഴ്സുമായിട്ടും മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് നല്ല രീതിയിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു എഡ്യൂക്കേഷൻ ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിലൂടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അവരുടെ സ്വഭാവമുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരെ കുറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, അല്ലെ? അതിന് ചിലപ്പോ ചില സമയത്ത് എന്താണ്, ഈ കുട്ടിയുടെ ടോയ് മറ്റൊരു കുട്ടി എടുക്കാം, അപ്പൊ ക്ഷമയോടെ ആ കുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, തിരിച്ചു തരാൻ പറയുമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അവരുടെ ഭാഗം കേൾക്കുന്നു, ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ദേഷ്യവും വാശിയും സ്വഭാവത്തിലുള്ള ആ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ മാറിയിട്ട് പുതിയൊരാളായിട്ട് മാറുന്നു. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ അവരുടെ ഫീലിങ്സിനെ തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ മാനേജ് ചെയ്യാനും ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ കൺട്രോൾ ചെയ്യാനും നല്ല സ്വഭാവം, നല്ല ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ കുട്ടി പഠിച്ച് ഇമോഷണൽ ഡെവലപ്മെന്റ് സ്വായത്തമാക്കേണ്ടത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ദെൻ സെക്കൻഡ് വരുന്നതാണ് സോഷ്യൽ സ്കിൽ. Through collaborative play and learning alongside each other, preschool children learn how to respect and get along with others, which further develops their language skills, self-control, and overall social skills. Teachers guide children through resolving conflicts that may arise during creative play or structured learning projects. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൊളാബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടികള് ലേണിങ്ങും പ്ലേയിങ്ങും എക്സ്പെരിമെന്റിങ്ങും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ലാംഗ്വേജ് സ്കില്ലും സെൽഫ് കൺട്രോളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതിലൂടെ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അപ്പോൾ മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ടീച്ചേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അങ്ങനെ കുട്ടിയുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. അപ്പൊ കുട്ടികൾ തമ്മിൽ, ചെറിയ കുട്ടികളാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ടീച്ചേഴ്സ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് അവരുടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യുക, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസും പ്രൊജക്റ്റും ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ അതിൽ ഫോക്കസ് ചെയ്ത്
നല്ല രീതിയിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ വരുന്നതാണ് ഏർലി ലിറ്ററസി ഡെവലപ്മെന്റ്. By the age of 3, children can begin to learn to write their names and read simple words. The practice they receive during preschool sets them up for success in literacy development in kindergarten and elementary school. അപ്പം 3 വയസ്സ് മുതൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങുന്നു അല്ലെ. അപ്പൊ ആ ഒരു പ്രീ സ്കൂൾ ഏജിലാണ് കുട്ടികൾ അവരുടെ പേര് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ ലിറ്ററസി ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. എഴുതാനും വായിക്കാനും ഒക്കെ ആ ഒരു കിൻഡർ ഗാർഡനിലാണ് അവർ പഠിക്കുന്നത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രൈമറി സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് അല്ലെ. അപ്പോൾ ആ ഒരു ഏർലി ലിറ്ററസി ഡെവലപ്മെന്റ് കുട്ടികൾ നേടിയെടുക്കേണ്ടതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ദെൻ ഫോർത്ത് വൺ ആണ് ലിസണിങ് സ്കിൽ. To be able to follow directions and to understand what is being taught to them, a child's development of their listening skill is crucial to their overall social and academic learning. അപ്പൊ എന്താണ്, കുട്ടികൾക്ക് ആ ഒരു ലിസണിങ് സ്കില്ല് ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റുള്ള കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഡയറക്ഷൻസ് മനസ്സിലാക്കാനും അതിന് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുട്ടിയുടെ ആ ഒരു എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്തുകൊണ്ട് ലിസണിങ് സ്കില്ല് സ്ട്രെങ്തൻ ചെയ്യുന്നു. അങ്ങനെ അക്കാഡമിക് ലേണിംഗിന് ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, കുട്ടികൾ അവരുടെ ലിസണിങ് സ്കില്ല് സ്ട്രെങ്തൻ ചെയ്യും. Preschool environments promote activities that grow your child's listening skill. അപ്പം പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ലേണിംഗ് ബൈ പ്ലേയിങ്ങും ലേണിംഗ് ബൈ എക്സ്പെരിമെന്റിങ്ങും ലേണിംഗ് ബൈ ഡൂയിങ്ങും ഒക്കെയാണ്. അപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഫെസിലിറ്റേറ്റർ ആയിട്ടും മോട്ടിവേറ്റർ ആയിട്ടും നിൽക്കുകയാണ്. അപ്പൊ ടീച്ചർ കൊടുക്കുന്ന പ്രോപ്പർ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നു, മോട്ടിവേഷൻ കേൾക്കുന്നു, അങ്ങനെ നല്ലൊരു ലിസണർ ആയി മാറാൻ ആ ഒരു ലിസണിങ് സ്കില്ല് നേടിയെടുക്കുന്നതും കുട്ടികൾ പ്രീ സ്കൂളിലൂടെയാണ് അല്ലെ. Then fifth one നോക്കുക, communication skill. Your child's ability to ask questions, express their feelings and convey their needs both through spoken words and through body language are of utmost importance to their ability to succeed socially and academically. Preschool activities and their teachers' feedback are designed to hone all of these communication skills. അപ്പൊ നമ്മുടെ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഡൗട്ട് ചോദിക്കുന്നു, അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മളോട് പറയുന്നു. അപ്പൊ അതെങ്ങനെയാണ്, അവര് പൊതുവെ സ്പോക്കൺ വേർഡ്സിലൂടെയാണ് അവർ പറയുന്നത്. ചില കാര്യങ്ങൾ ബോഡി ലാംഗ്വേജിലൂടെയും അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അവര് ഇത്തരത്തിൽ എന്താണ്, അവർക്ക് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും അക്കാദമിക് ആയിട്ടുള്ള പെർഫോമൻസ് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവരെ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ള കുട്ടികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, മിങ്കിൾ ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നു, ക്ലിയർ ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ അവർ സോഷ്യലി അക്കാദമിക്കലി ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പ്രീ സ്കൂൾ ആക്ടിവിറ്റീസിൽ എന്താണ്, അവരുടെ ടീച്ചേഴ്സിന്റെ ഒരു ഫീഡ്ബാക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല ഹോൺ ആയിട്ട്, അതായത് സ്മൂത്ത് ആൻഡ് ഷാർപ്പൻ ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സിക്സ്ത് വൺ, ഫൈൻ മോട്ടോർ സ്കിൽസ്. Preschool level craft activities which require children to use markers, work with the scissors, sculpt objects, and other dexterity focused creative play develops children's fine motor skills which will be necessary for more complex projects as they get older. അപ്പോൾ പ്രീ സ്കൂൾ ലെവലിൽ അവർക്ക് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് അവർ വരക്കുന്നു, സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പഠിക്കുന്നു, അതുപോലെ തന്നെ ഈ കൊത്തുപണികൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവര് മിനിക്ക് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള ഈ ഡെക്സ്റ്റെരിറ്റി എന്ന് പറഞ്ഞാൽ ഈ കരവിരുതാണ്, കരകൗശലങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെയും ലേണിംഗ് ബൈ എക്സ്പെരിമെന്റിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ അവർ പുതിയ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ കുട്ടികളുടെ എന്ത് ചെയ്യുന്നു, ഈ മോട്ടോർ സ്കില്ലുകൾ അവരുടെ ഹെഡും അതുപോലെ ഹാൻഡും ഐയും ഒക്കെ ഒരുപോലെ പ്രവർത്തിച്ചിട്ട് ബ്രെയിൻ ഒക്കെ ഒരുപോലെ പ്രവർത്തിച്ച് ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു,
ഫിംഗേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റ് പോലും അവര് പിന്നീട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ആദ്യത്തെ ആ ഒരു ട്രെയിനിങ് കിട്ടുന്നത് ഈ ഫൈൻ മോട്ടോർ സ്കില്ലുകൾ കിട്ടുന്ന ഇത്തരത്തിലുള്ള സൂക്ഷ്മതയോടെ കൈയും കണ്ണും അതുപോലെ ബ്രെയിനും ഒക്കെ ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ, കത്രിക ഉപയോഗിച്ച് മുറിക്കുന്ന കാര്യങ്ങൾ, മാർക്കർ ഉപയോഗിച്ച് വരക്കാനും ചെറിയ ചെറിയ എന്താണ് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനും അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് അത്രയും പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, അതിന്റെ ആ ഒരു ഫൗണ്ടേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ദെൻ അറ്റൻഷൻ സ്പാൻ. We all can sympathize with how difficult it is for young learners to sit still and pay attention for more than a few minutes. The structured but nurturing environment of the preschool is key for children to develop their attention span in preparation for the more challenging classroom environment ahead. അപ്പോൾ ശ്രദ്ധിക്കാൻ, ക്ലാസ് റൂമിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കര സിമ്പതിയോടെ പറയുന്ന ഒരു കാര്യമാണ് ചെറിയ കുഞ്ഞുങ്ങൾ എത്ര സമയമാണ് അവർക്ക് ഒരു ക്ലാസ് റൂമിൽ ശ്രദ്ധയോടെ ഇരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് അവര് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും സമയം അവര് ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും. പക്ഷെ ക്ലാസ് റൂമിന്റെ ആ ഒരു അവരെ നേർച്ചർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, ലേണിംഗ് ബൈ പ്ലേയിങ്, അതുപോലെ അത്തരത്തിലുള്ള സ്ട്രക്ചേർഡ് ആക്ടിവിറ്റിയും നല്ലൊരു എൻവയോൺമെന്റും ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് അവരുടെ അറ്റൻഷൻ സ്പാൻ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. കൂടുതൽ കൂടുതൽ ക്ലാസ് റൂം എൻവയോൺമെന്റിലുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്യാനും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ് കുട്ടികൾക്ക് കിട്ടുക. കാരണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഫോർമൽ അത്രത്തോളം ഫോർമാലിറ്റി ഇല്ല. കാരണം കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ കളികളിലൂടെയൊക്കെയാണ് ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ വരുന്നതാണ് ഏർലി മാത്സ് സ്കിൽ. ലേണിംഗ് ടു റെക്കഗ്നൈസ് നമ്പേഴ്സ് ആൻഡ് ബിഗിൻ കൗണ്ടിങ് തിങ്സ് ഡ്യൂറിംഗ് പ്രീ സ്കൂൾ ഹെൽപ്സ് ചിൽഡ്രൻ ടു ബിഗിൻ ടു കോംപ്രിഹെൻഡ് how mathematics is used in the world and provides their foundation for each subsequent year's more complex mathematical curriculum. അപ്പൊ ലേണിംഗിലൂടെ കുട്ടികൾക്ക് എന്താണ് നമ്പേഴ്സ് മനസ്സിലാവുന്നു, കൗണ്ടിങ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ് അവര് ഈ മാത്തമാറ്റിക്സ് നമ്മളുടെ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ അവർക്ക് അബാക്കസ് പോലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടും അവർക്ക് ആ നമ്പേഴ്സ് ഒക്കെ പഠിപ്പിക്കുകയും അപ്പൊ എന്താണ് മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ അവർക്ക് കിട്ടുകയാണ്. അപ്പൊ പിന്നീടുള്ള വരും വർഷങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി എഡ്യൂക്കേഷനിലോടൊക്കെ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ UP ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴത്തേക്കുള്ള ആ ഒരു കോംപ്ലക്സ് മാത്തമാറ്റിക്സിന്റെ ബേസ് മനസ്സിലാക്കാനും അതിനെ ആ ഒരു ഈ ഒരു ഫൗണ്ടേഷനിലൂടെ അതിനെ ഫോളോ ചെയ്ത് പോകാനും കുട്ടികൾക്ക് പറ്റും എന്നുള്ളതാണ്. ദെൻ 9th വൺ വരുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. Every aspect of life demands problem-solving skills, foundational to success in school, personal relationships, and in even life's simplest of activities. Problem-solving skill development should begin in preschool. Teaching and stretching children's problem-solving skills can occur through personal interactions, games, and assignments. അപ്പൊ കുട്ടികൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെയാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിന്റെ ഏതൊരു ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിലും അത് കഴിഞ്ഞ് ജോബ് എത്തുമ്പോഴും നമ്മുടെ റിയൽ ലൈഫ് വരുമ്പോഴും ഫാമിലി ലൈഫ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ അത്യാവശ്യമാണ്. അതായത് നമ്മൾ ആ ഒരു സക്സസിന്റെ ആ ഒരു സ്കൂളിലുള്ള ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഇതിലോട്ട് എത്തണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് പഠിച്ചിരിക്കണം. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ ലൈഫിലുള്ള ഈവൻ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അതിലുള്ള ആ ഒരു ടാസ്കിലുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും ഉള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അതിന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സക്സസിലോട്ട് എത്തുന്നത് അല്ലെ. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്താണ് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ കുട്ടികൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നു, എക്സ്പെരിമെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പേഴ്സണൽ ഇന്ററാക്ട്സ് അതുപോലെ ഗെയിംസ് അസൈൻമെന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ടീച്ചേഴ്സുമായിട്ടും മറ്റുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ കുട്ടികൾക്ക് ആ ഒരു സ്കില്ല് സ്ട്രെങ്തൻ ചെയ്യാനും അത് അവരുടെ ലൈഫ് ലോങ് അത് അവർക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യുന്നു. അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ.
ദെൻ കീ കൺസെപ്റ്റ് ആൻഡ് സ്കിൽസിൽ ലാസ്റ്റ് ആയിട്ട് ഒരു പ്രീ സ്കൂളിൽ കുട്ടി അക്വയർ ചെയ്യണമെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ കാര്യമാണ് ക്രിയേറ്റിവിറ്റി. വെരി ഇമ്പോർട്ടന്റ് ആണ്. When a child is encouraged to self-express through creativity, they build confidence in themselves and can approach challenges from new perspectives. Creative activities help children to develop their individual sense of self and can be a way for the adults in children's lives to celebrate each child's uniqueness. അപ്പൊ കുട്ടികൾക്ക് അവരുടെ സെൽഫ് എക്സ്പ്രഷന് ആ സമയത്ത് നമ്മൾ എൻകറേജ്മെന്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് ഒക്കെ ആയിരിക്കും ആ ഒരു സെൽഫ് എക്സ്പ്രഷനിലൂടെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് കുട്ടിക്ക് എൻകറേജ്മെന്റ് കിട്ടുന്നു, മോട്ടിവേഷൻ കിട്ടുന്നു. അതുപോലെ കുട്ടികളുടെ കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയിലൂടെയാണ് കൂടുതലും. പാരന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അവർക്ക് കുട്ടികളുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഈ ലേണിംഗ് ഡെവലപ്മെന്റിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ആണ് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്ത് നല്ലൊരു എൻവയോൺമെന്റ്, ലേണിംഗ് എൻവയോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ച് അതിന് ചെറിയ മോട്ടിവേഷൻ ഒക്കെ കിട്ടുമ്പോൾ അവർ എൻകറേജ്ഡ് ആവും. പിന്നെയും കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് അവർക്ക് തന്നെ തോന്നും. അവർ ആ ഒരു രീതിയിൽ അവരുടെ മാക്സിമം കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരും. അപ്പൊ എന്തൊരു ചാലഞ്ചസ് വന്നു കഴിഞ്ഞാലും ഏതൊരു സാഹചര്യത്തിലും അതിനെ നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് നല്ല കോൺഫിഡൻസോടെ ആ ഒരു എന്ത് ആക്ടിവിറ്റീനെയും കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു ലെവലിലോട്ട് അവരെത്തും. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ എന്താണ് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന് അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ആ ഒരു സെൽഫ് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും. അതിലൂടെ അവർക്ക് എന്താണ് വലുതാകുമ്പോഴും നല്ല രീതിയിൽ ആ ഒരു വ്യത്യസ്തതയും ക്രിയേറ്റീവ് ആയിട്ടുള്ള അതുപോലെ ഇമാജിനേറ്റീവ് പവർ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും അതിനെ ലൈഫ് ലോങ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സർഗാത്മകതയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും പ്രവർത്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ആ ഒരു കഴിവാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കീ കോൺസെപ്റ്റ്സും സ്കിൽസും റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ കുട്ടികൾ നേടിയെടുക്കേണ്ട സ്കില്ലുകളാണ് കേട്ടോ ഇതെല്ലാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോഗിക്കൽ പ്രോസസ് ആണ്. Pedagogical process are the strategies used by the teachers to transact the curriculum in such a way that children construct their learning by exploration, investigation, problem solving and critical thinking. അപ്പോൾ പെഡഗോഗിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. അവിടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യാണ്, കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുകയാണ്. അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് കരിക്കുലത്തിനെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ അവരുടെ ലേണിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ് അല്ലെ. അവർ ആ ഒരു ലേണിംഗിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ലേണിംഗിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കുട്ടികൾ മുന്നോട്ട് പോവുകയാണ്. Pedagogy refers to the set of instructional techniques and strategies which enable learning to take place and provide opportunities for acquisition of knowledge, skills, attitudes, and deposition within a particular social and material context. It is important to keep in mind that there are three components of pedagogy in early childhood: play, interactions, and the environment, which must be addressed during curriculum transaction. ഇപ്പൊ പെഡഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനുള്ള ഇൻസ്ട്രക്ഷൻ ടീച്ചിങ് ലേണിംഗ് ആണ്. അപ്പൊ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് നല്ല രീതിയിൽ നല്ല ടെക്നിക്സും അതുപോലെ സ്ട്രാറ്റജീസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ലേണിങ്ങിനെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികൾ നോളജും സ്കില്ലും പുതിയ പുതിയ ആറ്റിറ്റ്യൂഡ്സും അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾ നേടിയെടുത്ത് അവരെ ഓവറോൾ ഡെവലപ്മെന്റിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പെഡഗോഗി എന്ന് പറയുന്നത്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഏറ്റവും 3 കോമ്പോണൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദർ ആർ 3 കോമ്പോണൻസ് ഓഫ് പെഡഗോഗി ഇൻ ഏർലി ചൈൽഡ്ഹുഡ്: play, interaction, and environment, which must be addressed during curriculum transaction.
അപ്പൊ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ കരിക്കുലം ഒരു ലേണിംഗിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട 3 കാര്യങ്ങളാണ് പ്ലേയും, അതുപോലെ ഇന്ററാക്ഷനും, അതുപോലെ എൻവിയോൺമെന്റും. അപ്പൊ പ്ലേ എന്താണെന്ന് നോക്കാം. Play is at the heart of how young children learn. Through play, children demonstrate what they are learning, what they are interested in, and what they are concerned about. Play is universally regarded as a child's way of learning. They love to play and are happy when they are given freedom to explore and experiment through play. The preschool curriculum should give a great deal of emphasis on play as a medium that provide opportunities to children to interact within the environment and with one another in order to construct knowledge. അപ്പോൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ യങ് ചിൽഡ്രൻസിന്റെ അവരുടെ ലൈഫിന്റെ ഏറ്റവും ഹാർട്ട് പാർട്ട് എന്ന് പറയുന്നത്, ഹൃദയഭാഗം എന്ന് പറയുന്നത് പ്ലേ തന്നെയാണ്. അപ്പോ പ്ലേയിലൂടെയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അവരുടെ ഇൻട്രസ്റ്റ്, അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങളെ പഠിക്കാൻ പറ്റുന്നു. ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ അവർക്ക് ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ ലോകം മൊത്തം ആ ഒരു ചിൽഡ്രൻസിന്റെ, ചെറിയ കുട്ടികളുടെ ലേണിംഗിന്റെ വേ ആയി കൺസിഡർ ചെയ്യുന്നത് പ്ലേയിങ് തന്നെയാണ്. ലേണിംഗ് ബൈ പ്ലേയിങ് ആണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്രോബല്, മരിയ മോണ്ടിസോറി, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിസ്റ്റുകളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ് ബൈ പ്ലേയിങ് തന്നെയാണ്, അല്ലെ? അപ്പൊ എന്താണ് ഈ ലേണിംഗ് ബൈ പ്ലേയിങ്ങിലൂടെ എന്താണ്, കുട്ടികൾ കളിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് അവരെ നല്ല ഫ്രീ ആയിട്ട് നമ്മൾ കളിക്കാൻ വിടുമ്പോഴാണ്. അതിലൂടെ അവർക്ക് പുതിയ എക്സ്പെരിമെന്റുകൾ കിട്ടുന്നു, അവരുടെ ലേണിംഗ് സംഭവിക്കുന്നു. അതിലൂടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കുട്ടികൾ അതിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പൊ പ്രീ സ്കൂൾ കരിക്കുലത്തിൽ നമ്മൾ എന്ത് തന്നെയാലും ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും ലേണിംഗ് ബൈ പ്ലേയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം പ്ലേ ആണ് അവിടുത്തെ മീഡിയം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെയാണ് കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർ എൻവിയോൺമെന്റിനെ മനസ്സിലാക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്നത്, ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ മനസ്സിലാക്കുന്നത്, ലോയും റൂളും ഒക്കെ മനസ്സിലാക്കുന്നത്, ഡിസിപ്ലിൻ മനസ്സിലാക്കുന്നത് ഒക്കെ ഈ ഒരു പ്ലേയിലൂടെയാണ്. അപ്പൊ ഇനി പ്ലേ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പ്ലേ ക്യാൻ ബി ഫ്രീ പ്ലേ ആൻഡ് ഗൈഡഡ് ഓർ സ്ട്രക്ചേർഡ് പ്ലേ. അപ്പൊ 2 ടൈപ്പ് ഓഫ് പ്ലേ ആണുള്ളത്. ഫ്രീ പ്ലേ, അതുപോലെ തന്നെ ഗൈഡഡ് പ്ലേ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് പ്ലേ. ഫ്രീ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? Free play is initiated by the children and adult supervision is minimal, whereas guided play is initiated by the teacher with a special learning objective in mind. അപ്പൊ ഫ്രീ പ്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ ഗൈഡഡ് പ്ലേ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രക്ചേർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ഗൈഡഡ് പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ അത് ടീച്ചേഴ്സ് ആണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ടീച്ചർക്ക് കൃത്യമായിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ ഈ കളികളിലൂടെ കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ളത്. When children are observed during play, teachers know the present level of knowledge and understanding of children and identify the areas of intervention so that children can be guided to the next level of development. അപ്പൊ പ്ലേ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്ലേ ആക്ടിവിറ്റീസിൽ എന്താണ്, കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും എന്ത്, അവരുടെ നോളജിന്റെ പ്രസന്റ് ലെവൽ എന്താണ്, അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്, ഏത് കാര്യങ്ങൾക്കാണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവിടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലേ ആക്ടിവിറ്റിയിൽ കുട്ടികൾ ഇൻവോൾവ്ഡ് ആകുമ്പോൾ കുട്ടികളെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലേ റിലേറ്റഡ് ആയിട്ട് ആ ഒരു പെഡഗോഗിക്കൽ പ്രോസസ്സിലുള്ള 3 കാര്യങ്ങളാണ് പ്ലേയും ഇന്ററാക്ഷനും അതുപോലെ എൻവിയോൺമെന്റും. അതില് adults, children's peers, older children and siblings are important and integral in the playful learning process. There are 3 types of interactions: peer interaction, adult interaction and material interaction. അപ്പോൾ
കുട്ടികളാണെങ്കിലും സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, മുതിർന്നവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ്, അതുപോലെ സിബ്ലിങ്സും ആയിട്ട്, ഇതൊക്കെ തന്നെ അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പിയർ ഇന്ററാക്ഷൻ. അപ്പൊ പിയർ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ തന്നെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാണ്. അതായത് സെയിം ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളുമായിട്ട് എൻഗേജ്ഡ് ആവുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? സെയിം ഏജിലുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു, അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിലൂടെ കുട്ടികൾ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പം അതിലൂടെ എന്താണ്? കുട്ടികൾക്ക് സോഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ഉണ്ട് അല്ലെ? അവരുടെ ഇടയിൽ ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, പരസ്പരം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു പ്ലേയിലൂടെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ക്രിയേറ്റീവ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നു. അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇപ്പൊ ഈ ഡിഫറെന്റ് ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവര് അവരുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതിലൂടെ അവർക്ക് സെൽഫ് റെഗുലേഷൻ ഉണ്ടാവുന്നുണ്ട്, ആത്മനിയന്ത്രണം. അതുപോലെ തന്നെ എന്താണ്? അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും, ആ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ആണെങ്കിൽ ആ റൂളിനെയൊക്കെ ഒബേ ചെയ്തുകൊണ്ട്, ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട്, നല്ല രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, ഷെയർ ചെയ്ത്, നല്ല രീതിയിൽ അവരുടെ സോഷ്യൽ ഇമോഷണൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവര് മറ്റുള്ള സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആ ഒരു ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ, കളിക്കൂട്ടുകാരായിക്കോട്ടെ, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഒരു പ്ലേയും അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദെൻ സെക്കൻഡ് വരുന്നതാണ് മെറ്റീരിയൽ ഇന്ററാക്ഷൻ. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്താണ്? ഈ കുട്ടികൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രീ പ്ലേ ആണെങ്കിലും ഗൈഡഡ് പ്ലേ ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസും പ്ലേ മെറ്റീരിയൽസും ഒക്കെ കുട്ടികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോൾ കുട്ടികളുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അതിലൂടെയാണ് കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതും. ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോയ്സിലൂടെയും ടൂൾസിലൂടെയും കുട്ടികൾക്ക് അവരുടെ ലേണിംഗും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് പ്ലേ ആക്ടിവിറ്റിയിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള സ്കില്ലുകളൊക്കെ അവരിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം ചില മെറ്റീരിയൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. The material in the activity areas can have things like crayons, dolls, artificial fruits and vegetables, blocks, puzzles, beads, measuring cups and spoons, cubes, buttons, measuring tape, weighing scales, doctor set, props for dressing up, books, crayons, clay, etc. All these stimulate children to indulge into pretended play. അപ്പൊ നമ്മള് ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ ക്രയോൺസ്, അതുപോലെ ഡോൾസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ, അതുപോലെ മെയിൻ ആയിട്ടും ബ്ലോക്സ്, പസിൽസ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു മുത്തുകള്, ഈ മെഷറിംഗ് കപ്സ്, സ്പൂൺസ്, അതുപോലെ ക്യൂബ്സ്, ബട്ടൺസ്, അതുപോലെ മെഷറിംഗ് ടേപ്പ്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവര് നല്ല രീതിയിൽ ആ ഒരു മെറ്റീരിയൽ ആയിട്ട് അത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യില്ലേ? അതുപോലെ വെയിങ് സ്കെയില്, കുഞ്ഞുകുട്ടികൾക്ക് ഡോക്ടർ സെറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വയം ഡോക്ടറായിട്ട് മാറുകയും നമ്മളെയൊക്കെ പരിശോധിക്കും, മരുന്നൊക്കെ തരും അല്ലെ? അവർ നല്ല ആക്ടേഴ്സും അതുപോലെ തന്നെ ആ ഒരു സ്കില്ലൊക്കെ നല്ല രീതിയിൽ, അവരുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ല രീതിയിൽ പുറത്തു വരും. അതുപോലെ ഈ പാവയ്ക്കൊക്കെ ഡ്രസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ്, ബുക്സ്, ക്രയോൺസ്, ക്ലേ, ഇതിലൂടെയൊക്കെ അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷൻ പവർ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാനും, അതുമായിട്ട് ഒരു പാവേനൊക്കെ ജീവനുള്ള ഒരു കാര്യം പോലെയാണ് കുട്ടി അതിനോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ മെറ്റീരിയൽസിനോട് കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വരുന്നതാണ് അഡൽട്ട് ഇന്ററാക്ഷൻ. Through material and interaction, teachers and parents can help children identify association with and make connection to previously learned skills. Adults guide children and arrange environment to support the learning process. Teachers play a significant role in expanding learning through the implementation of intentionally planned and developmentally appropriate curriculum. അപ്പൊ എന്താണ് ഈ മെറ്റീരിയലുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അതിലൂടെയൊക്കെ ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ അവരെത്രത്തോളം കണക്ഷൻ ഉണ്ട്, അവരുടെ ആ ഒരു ലേണിങ്ങിനോട് എത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ സ്കില്ലുകൾ അവരെ നേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും, അവരെന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ കുട്ടികളെ ഗൈഡ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ ടീച്ചേഴ്സ്, പാരന്റ്സിന് മാത്രമല്ല ടീച്ചേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിൽ കുട്ടികൾക്ക് കൂടുതലും എന്താണ്
അവർക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താണ് കരിക്കുലം ട്രാൻസാക്ഷൻ നടത്താനും അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് കരിക്കുലം നല്ല രീതിയിൽ ട്രാൻസാക്ട് ചെയ്യാനും പറ്റും. അപ്പം ഇത്രയാണ് ഇന്ററാക്ഷൻസിൽ വരുന്നത്. പിയർ ഇന്ററാക്ഷൻ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതുപോലെ മെറ്റീരിയൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ടൂൾസും ടോയ്സും ലേണിംഗ് മെറ്റീരിയൽസിനോടുള്ള ഇന്ററാക്ഷൻ ആണ്. അഡൾട്ട് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും കൂടുതൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടും ടീച്ചേഴ്സും അവരുടെ പാരന്റ്സിനോടും മുതിർന്ന ആൾക്കാരും ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അഡൾട്ട് ഇന്ററാക്ഷൻ. ഓക്കെ, ദെൻ വരുന്നതാണ് എൻവയോൺമെന്റ്. Children are in constant interaction with their environment. They want to touch everything they see. This is how they learn. Through a variety of activities and materials, children explore the physical, social, and natural environment by manipulating objects, asking questions, making predictions, and developing generalization. The learning environment for the children should be welcoming, safe, and predictable, offer variety of developmentally appropriate material for children to explore and experiment independently. All children, especially those with special needs, develop positive self-image and self-confidence when they are appreciated, encouraged, and responded to. അപ്പം കുട്ടികളുടെ ഡെവലപ്മെന്റിന് നമ്മൾ പറയും ശരിക്കും ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെ എൻവിയോൺമെന്റും ഇൻഫ്ലുവൻസ് ചെയ്യും അവരുടെ ചുറ്റുപാട്. ഇപ്പം കുട്ടികൾ ആ ഒരു എൻവിയോൺമെന്റുമായിട്ട് അവരുടെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ചുറ്റും കാണുന്ന എന്ത് കാര്യങ്ങളും അവർ തൊട്ട് നോക്കും അല്ലെ, അവർ നല്ലതാണോ അവർക്ക് മോശമാണോ. ഇപ്പം തീ ആണെങ്കിൽ അവർ ചിലപ്പോൾ തൊട്ട് നോക്കാൻ പോകും. അപ്പോൾ അതിലൂടെയാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെയും സോഷ്യൽ ഡെവലപ്മെന്റിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ആ ഒരു ചുറ്റുപാട് അതുപോലെ തന്നെ ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിനെയൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, അവര് ഓരോ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവരുടേതായിട്ടുള്ള പ്രഡിക്ഷൻസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ജനറലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ലേണിംഗ് എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ്, അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആവശ്യമാണ്. നല്ല സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവിടെ കുട്ടികൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കും എന്നുള്ളത്. നമ്മളൊക്കെ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് പറയല്ലേ അവരോട്, നല്ല രസമായിരിക്കും, അവിടെ കളികളിലൂടെയാണ് പഠിക്കുന്നത്, ഒരുപാട് ടോയ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണം, കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലും കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് സ്വയം തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ടോയ്സും മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം എല്ലാ കുട്ടികൾക്കും അതില് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും എൻവയോൺമെന്റുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഈ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുണ്ടാവും, ഡിസബിലിറ്റി ഉള്ള കുട്ടികളും. അപ്പം അവർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജും സെൽഫ് കോൺഫിഡൻസും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കുട്ടികൾക്കും സെൽഫ് കോൺഫിഡൻസും സെൽഫ് ഇമേജും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അവരെ എൻകറേജ് ചെയ്യുന്ന, അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ലേണിംഗ് എൻവയോൺമെന്റിലൂടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള, അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്ന, അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് വേണ്ടത്. അതിലൂടെ അവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസും അവരുടെ പേഴ്സണാലിറ്റിയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെഡഗോഗിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് അതിൽ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പ്ലേ ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്ലേയിൽ തന്നെ ഫസ്റ്റ് വൺ പ്ലേ ആണ്, അതിൽ തന്നെ ഗൈഡഡ് പ്ലേയും ഉണ്ട്, ഫ്രീ പ്ലേയും ഉണ്ട്. കുട്ടികളെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഫ്രീ പ്ലേ, ടീച്ചേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഗൈഡഡ് പ്ലേ. ദെൻ സെക്കൻഡ് വൺ ഇന്ററാക്ഷൻ ആണ്. അതിൽ കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്നത് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, കളിക്കുന്നു. അതിലൂടെ അവര് നല്ല രീതിയിൽ അവരുടെ സോഷ്യൽ ഇമോഷണൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ മെറ്റീരിയൽ ഇന്ററാക്ഷൻ, അവർക്ക് കിട്ടിയിട്ടുള്ള ടോയ്സും ടൂൾസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്ത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷൻ പവറും ഒക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ മുതിർന്ന ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് അവൈലബിൾ ആവുന്നു.
അതുപോലെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടുന്നു. ദെൻ തേർഡ് വൺ ആണ് എൻവയോൺമെന്റ്. അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു എൻവയോൺമെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള, അവർക്ക് എൻകറേജ്മെന്റ് കിട്ടുന്ന, മോട്ടിവേഷൻ കിട്ടുന്ന നല്ലൊരു എൻവയോൺമെന്റ് ആണ് കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിലൂടെയാണ് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ദെൻ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കീ കോൺസെപ്റ്റ്സ് ആണ്. അതില് ഇമോഷണലി കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രീ സ്കൂളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 10 കാര്യങ്ങളാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അവരുടെ ആദ്യകാലങ്ങളിലുള്ള ലിറ്ററസി, എഴുതാനും വായിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യണം, നല്ല കേൾവിക്കാരാകാൻ അവർക്ക് പറ്റണം, ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റണം, അവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഫ്ലുവന്റ് ആകണം, അത് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾ വിരലുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഹെഡും ഐയും ഹാൻഡും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ അവർക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും അറ്റൻഷൻ സ്പാൻ ഉണ്ടാവണം. ദെൻ അവർക്ക് മാത്തമാറ്റിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കണം. അതുപോലെ എന്ത് കാര്യങ്ങളിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്യാനുള്ള എബിലിറ്റീസും ഒക്കെ അവർക്ക് നേടിയെടുക്കണം. ദെൻ ലാസ്റ്റ് ആയിട്ട് നല്ല ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും, അതിലൂടെ എന്ത് ചെയ്യണം, കുട്ടികൾ ക്രിയേറ്റീവ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ചിന്തിച്ച് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് അതിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിക്കുകയും കൂടെ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.